ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് നിഷേധിച്ചതിൽ വൈകാരിക പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. പോലീസിൽ നിന്ന് കിട്ടിയ അടിയേക്കാൾ വേദനയുണ്ടാക്കുന്നുവെന്നാണ് പ്രതികരണം. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛനും മകനും നിസ്സഹായരാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രവീൺ വിമർശിക്കുന്നു. അമ്പലപ്പുഴ സീറ്റിനെ ചൊല്ലിയാണ് തർക്കം. ശരത്തുണ്ട്. ശരത്ത്, ആലപ്പുഴയിൽ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിലെയും ഒക്കെ ആളുകൾക്ക് വലിയ നിരാശയുണ്ട്. സ്ഥാനാർത്ഥി വേണ്ടത്ര രീതിയിൽ തങ്ങളെ പരിഗണിച്ചില്ല പല വിഭാഗത്തിലും. അത് വേണുഗോപാൽ പക്ഷത്താണെങ്കിലും രമേശ് ചെന്നിത്തല പക്ഷത്തുള്ളവരാണെങ്കിലും ഒക്കെ എല്ലാവർക്കും പരാതിയുള്ളതായിട്ട് അറിയുന്നു. അസംതൃപ്തി പുകയുകയാണോ ആലപ്പുഴയിൽ? ഈ കുറിപ്പിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് എന്താണ് ശരത്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് ആലപ്പുഴയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിൽ തർക്കം രൂക്ഷമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MB പ്രവീണാണ് ഇത്തരത്തിലൊരു വൈകാരിക ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പോസ്റ്റിൽ പറയുന്നത്, പോലീസിൽ നിന്ന് കിട്ടിയ അടിയേക്കാൾ വേദന തോന്നുന്നു. നീതിയില്ലാത്ത തീരുമാനം വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മത്സ്യത്തൊഴിലാളിയായ ഒരു അച്ഛനും മകനും തീർത്തും നിസ്സഹായരാണ് എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്. ഒപ്പം പോലീസ് മർദ്ദനമേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ആ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ ഡിവിഷനിലായിരുന്നു, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കായിരുന്നു പ്രവീൺ മത്സരിക്കാൻ വേണ്ടി പ്രവീണിന്റെ പേര് ഉയർന്നു വന്നിരുന്നത്. പക്ഷേ പിന്നാലെ ഈ സീറ്റ് KC വേണുഗോപാൽ വിഭാഗത്തിലുള്ള AR കണ്ണന് കൈമാറുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധ പോസ്റ്റ് എന്നോണം ഫേസ്ബുക്കിലൂടെ ജില്ലാ പ്രസിഡന്റ് MB പ്രവീൺ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ വൈകാരികമായ ഒരു പോസ്റ്റ് കൂടിയാണ്. ഒപ്പം നേരത്തെ തന്നെ ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ DCC ഓഫീസിന്റെ മുന്നിലടക്കം പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. യുവാക്കളെ തഴയുന്നു എന്നടക്കമുള്ള പ്രധാന ആരോപണം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്ഥിരം മുഖങ്ങളെ പാർട്ടി നേതാക്കളാക്കുന്നു, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. യൂത്ത് കോൺഗ്രസിനൊപ്പം KSUവിനും ജില്ലയിൽ വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുള്ളടക്കം പരാതിയുണ്ട്. ഇപ്പോഴും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ കോൺഗ്രസിന് നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം ഈ ജില്ലാ ഡിവിഷനിൽ 3 ഇടങ്ങളിലാണ് പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞ അമ്പലപ്പുഴ ഡിവിഷനിലും മറ്റൊന്ന് വെളിയനാട്. അങ്ങനെ 3 ഇടങ്ങളിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതുകൊണ്ട് തന്നെ നിലവിൽ ഈ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലും, മാത്രമല്ല ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക വൈകുന്നേരത്തിനുള്ളിൽ സമർപ്പിക്കുകയും വേണം. ഇതിനിടയിൽ നിലവിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം KPCCക്ക് ജില്ലാ നേതൃത്വം കൈമാറിയിട്ടുണ്ട്. ഔദ്യോഗിക തീരുമാനം അവിടെ നിന്നാണ് വരേണ്ടത്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഒരു വൈകാരിക ഫേസ്ബുക്ക് പോസ്റ്റുമായി ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസിൽ നിന്ന് കിട്ടിയ അടിയേക്കാൾ വേദന ഉണ്ടാക്കുന്നതാണ് തീരുമാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു പ്രതിഷേധത്തിലേക്കടക്കം ജില്ലയിലെ സാഹചര്യം മാറിയിരിക്കുന്നു. യുവാക്കളിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളിലും ഒപ്പം KSU നേതാക്കളിലടക്കം അസംതൃപ്തിയുണ്ട്. അക്കാര്യം നേതൃത്വം ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. KC വേണുഗോപാൽ പക്ഷത്തിന് കൂടുതൽ പരിഗണന നൽകുന്നു. ഈ പ്രവീൺ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു വിഭാഗത്തെ തഴയുന്നു എന്നടക്കമുള്ള പരാതി എന്തായാലും ജില്ലയിൽ നിലനിൽക്കുകയാണ്. പല പരാതികളും ഉണ്ട് കേട്ടോ. ശരത് ഇപ്പോൾ പറഞ്ഞതുപോലെ പല ഇടങ്ങളിലും യുവ നേതാക്കൾക്ക് പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പല നേതാക്കളും നമ്മളുമായിട്ടും ഫോണിൽ സംസാരിക്കുന്ന സമയത്തും അവരൊക്കെ നിരാശ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്രയും കാലം വെള്ളം കോരിയതും വിറകുവെട്ടിയതും ഒക്കെ പാഴായിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആ യുവ നേതാക്കളോട് പറയാനുള്ളത്, കാത്തിരിക്കൂ എന്നുള്ളതാണ്. ഒരു പാർട്ടിയിലല്ലേ, ആ പാർട്ടിയുടെ ലക്ഷ്യം അധികാരത്തിലെത്തുക മാത്രമല്ലല്ലോ, ജനപ്രതിനിധിയാവുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമുള്ള ചില പാർട്ടികളുണ്ട്. ആ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവില്ല. നമ്മൾ പണം എങ്ങനെയും ഉണ്ടാക്കിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ബിസിനസ്സുകാരനെ പോലെ അവർ ദയനീയമായി പരാജയപ്പെടും. എന്നാൽ നിങ്ങൾ പാഷനോടുകൂടി ആ മേഖലയിൽ നിങ്ങൾ നിൽക്കൂ. ജനസേവനമാണ് ലക്ഷ്യമെങ്കിൽ അതിന് ജനപ്രതിനിധിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. പക്ഷേ ചില പാർട്ടിക്ക് അങ്ങനെയാണ്. അതവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാവില്ല. അത് ജനപ്രതിനിധിയാവുക എന്നതാണ് അന്തിമ ലക്ഷ്യമായി ചിലർ കൊണ്ടു നടക്കുന്നത്. എന്താ പറയുക?